ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അങ്ങനെ ഞാൻ ശരിയാക്കാം കേട്ടോ. നമ്മൾ പളനി അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി മാങ്ങ വെക്കുന്നത് കണ്ടിട്ടോ. അവിടെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് മാങ്ങയും. ഇനി അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്കറിയില്ല. പക്ഷെ ആ ചേച്ചി നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ മാങ്ങയും ട്രൈ ചെയ്ത് നോക്കാൻ തന്നു. അങ്ങനെ മാങ്ങയൊക്കെ അവിടുന്ന് മേടിച്ച് നമ്മൾ നേരെ കുറച്ച് ദൂരം പോയുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്ത പണി കിട്ടിയത്. കൊടൈക്കനാലിൽ കയറുമ്പോൾ ഈ പാസിൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ട് മറന്നുപോയി. പക്ഷെ നമ്മുടെ കുഞ്ഞു പൂവിന് മുട്ടത്തല കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി നമ്മൾ ശരിക്കും പളനിക്ക് വന്നിട്ട് കൊടൈക്കനാൽ അങ്ങനെ ട്രിപ്പിന് പോകാൻ. അങ്ങനെ നമ്മളവിടെ നിർത്തിയിട്ട് ഈ പാസ്സൊക്കെ ശരിയാക്കി. അപ്പിക്കും ഇത് അച്ഛനും അമ്മയും ഒരു ചായയൊക്കെ കുടിക്കാൻ പോയിട്ടോ. തിരിച്ചു വന്നൊക്കെ നമ്മുടെ കുഞ്ഞു പൂവ് ഇതേ ഇളനീരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഇത് ഇവിടെ നിന്ന്. വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ദീപുവിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. അപ്പോഴാണ് അതിൻ്റെ മുകളിലൊരു മയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ നടക്കുമ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു അവിടെ അടുത്ത് കുറേ മയിലുകളുണ്ടെന്ന്. അങ്ങനെ ഞാൻ ബാക്കിൽ പോയി നോക്കി. ആ മരത്തിൽ നിറയെ മയിലുകളാണ്, ഫുള്ള് മയിലിൻ്റെ സൗണ്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ എത്തിയത് ഇതേ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാനുണ്ടോ. വെള്ളച്ചാട്ടം കണ്ടപ്പോൾ തന്നെ ഞാനും ബൂബും ചാടി ഇറങ്ങി കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ചോളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ നല്ല വേവിച്ചിട്ട് മുളകൊക്കെ പരട്ടി തരായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ചോള ഇതാണ് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. നല്ല ഇടി മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ റൂമിൽ കയറി ഫുഡൊക്കെ നമ്മൾ പോയി മേടിച്ച് കൊണ്ടുവന്നാണ് കഴിച്ചത്. നമ്മുടെ രാവിലെ ആകുമ്പോഴത്തുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. അതെ, അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നേരെ നമ്മൾ റെഡി ആയിട്ട് ഞാനും എൻ്റെ കുഞ്ഞു ബൂബും കൂടിയിട്ട് ഇവിടേക്ക് ഇറങ്ങി കാണുമായിരുന്നു. ദീപു രാവിലെ തന്നെ ചാർജിങ് സ്റ്റേഷനിലൊക്കെ പോയി വണ്ടിയിൽ ചാർജൊക്കെ ആക്കി സെറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇവിടെ രാവിലെ ആകുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഫോഗൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ മാറി നല്ല വെയിലായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല ഫോഗാവും, പിന്നെ അത് അപ്പം തന്നെ മാറും, വെയിലാവും, അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന പ്ലേസിലേക്ക് ലാസ്റ്റ് വരാമെന്നാണ് വിചാരിച്ചേട്ടോ. കൊടയിലേക്കാണ്. പിന്നെ നമ്മൾ ആദ്യം പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇതാണ് ആ വ്യൂ പോയിന്റ്. അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഈ വ്യൂ പോയിന്റിനെക്കാട്ടും ഇഷ്ടമായി ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, ഒരു വെൽവെറ്റ് പോലെ കണ്ടില്ലേ, ഒരു വയലറ്റ് കളറായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അതിൻ്റെ ചെടിയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് പിന്നെ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ പോലെ എന്തോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കാണ് കുറച്ച് ഡൈഡേഴ്സിനൊക്കെ ഉണ്ട്. അപ്പോൾ ദീപക്ക് അവരോട് ചോദിക്കുകയായിരുന്നു അവിടെ എന്തൊക്കെയുള്ളത്, കാണാനുള്ളത് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അവർ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്, പിന്നെയാണ് അത്യാവശ്യം ബ്ലോക്കും ഉണ്ട് എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ദീപക്ക് വന്നില്ല, നമ്മളെല്ലാവരും കൂടിയിട്ട് പോയി. ഞാനും അച്ഛനും സ്നേഹിച്ചും അമ്മയും കുഞ്ഞു പൂപ്പും കൂടിയിട്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും അട്രാക്റ്റീവ് ആവുക ഫ്ലവേഴ്സ് ആയിരിക്കും. ഇവിടെ അത്രയധികം ഫ്ലവേഴ്സ് എന്തോ വേണമെന്നോ പറഞ്ഞു. ഗൈസ്, ഇവർ രണ്ടുപേരും അതിശയത്തോട് നോക്കുന്നതെന്ന് വെച്ചാൽ കുറെ ഫ്ലവേഴ്സ് ആണ്. ഇവിടെ നോക്കിയാലും ഫ്ലവേഴ്സ്. They addicted with flowers. ഇവർ രണ്ടുപേരും കൊടൈക്കനാൽ കാണാൻ വന്നിരിക്കുന്നതല്ല, ഫ്ലവേഴ്സ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. മണ്ണുത്തി പോകുന്നതിന് പകരം ഇവര് കൊടൈക്കനാൽ വന്നിരിക്കുകയാണ്. It's very difficult to go. എല്ലാവരും പറയുന്നു ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, കയറാൻ അത്ര എളുപ്പമല്ല, പോവണ്ട എന്നാണ് പറയുന്നത്. ബട്ട്
ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. സോ ഐ ആം ഗോയിങ്. കാവ്യ ഓൾസോ എന്താണ് ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാവ്യ ഓൺ റോക്സ്. യേ ബൂ ബൂ യേ യേ യേ. Entire pressure will go on me. 95 kgs on one knee. It will break also, very dangerous. അതിലൊരു കുരങ്ങനെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഡോൾഫിനോസ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഇനിയും 1 കിലോമീറ്റർ കൂടുതലുണ്ടെന്നാണ് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്. അപ്പം ഞാനും ബൂബും അച്ഛനും ടാസ്കിൽ നിന്ന് പിന്മാറി. അമ്മയും സ്നേഹിച്ചും കൂടി പോയി. അവിടെ കുറേ പൈൻ ട്രീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു റെഡ് പാറ അങ്ങനത്തെ എന്തൊക്കെയാണ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് നമ്മൾ കണ്ടില്ല. അവർ പോയി തിരിച്ചു വന്നു. അതുവരെ അപ്പോഴേക്കും നമ്മൾ നേരെ കയറി പോയിട്ടോ. ഞാനും അച്ഛനും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. എന്തായാലും ഇവിടെ നല്ല ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റിയത്. അതുകൊണ്ട് വന്നത് നഷ്ടമായില്ലെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ കയറി പോവാണ്. എന്താ കഴുതയോ? കഴുത കയറാൻ അല്ല, ഇറങ്ങാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ കയറാൻ അത്ര എളുപ്പമല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഗുണ കേസിക്കാണ് കേട്ടോ. പക്ഷേ അത് എത്തുന്നതിനെക്കാട്ടി മുന്നേ ഒത്തിരി ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ 4:30 ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ദീപു വണ്ടി ഓടിച്ചു പയ്യെ വന്നു. അവൻ ഓൾറെഡി ഗുണ കേവ്സൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് ഇറങ്ങി നടന്നു. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറിയില്ല കേട്ടോ. അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ പിന്നെ നമുക്ക് നേരെ ഗുണ കേവ്സിക്ക് നേരെ വൈകേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗുണ കേവ്സിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് തന്നെ. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വേഗം വന്ന കാരണം കൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അവിടെയാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഈ മരങ്ങൾ നിൽക്കണ കാരണം ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുണ കേവ്സ് വരെ ഞാൻ കണ്ടു. പക്ഷേ ഇതുവരെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അത്ര അധികമുള്ളൊരു സിനിമാ പ്രേമിയൊന്നുമല്ല. അത് കാരണം എനിക്കങ്ങനെ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ കണ്ടില്ല. എന്തായാലും ഗുണ കേവ്സ് കാണാൻ പറ്റിയല്ലോ. ഇനി മഞ്ഞുമൽ ബോയ്സ് നമുക്ക് മെല്ലെ കാണാം. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ മഴ പെയ്തത്. അപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ കയറി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. ഒരൊറ്റ സ്ഥലമുള്ളൂ. കറക്റ്റ് നമ്മൾ ആ സ്ഥലത്തായ കാരണം ഞങ്ങൾ അവിടെ രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും കുറച്ച് മഴ പെയ്തു. ബൂബുള്ള കാരണം കൊണ്ടാണ് നമുക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വന്നേക്കും നമുക്ക് പുതിയൊരു കുട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെ ട്രിപ്പ് പോവുകയാണെങ്കിലും ഒരു കുട നമ്മൾ മേടിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ അതിരപ്പള്ളി പോയപ്പോൾ അവിടെ നിന്ന് ഒരു കുട മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം അത്യാവശ്യം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു. ഇനി നമ്മൾ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ച കൊടൈ ലേക്കിൻ്റെ അവിടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഒരു ക്യാരറ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ മേടിക്കണം വിചാരിച്ചാണ് ക്യാരറ്റ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ക്യാരറ്റൊക്കെ മേടിച്ചു. പിന്നെ മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഭംഗി കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് നമ്മൾ രാവിലെ വരുമ്പോൾ കണ്ട കൊടൈ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. കൊടൈ ലേക്കിൻ്റെ അവിടെയാണ് നമ്മുടെ സൈക്ലിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉള്ളത്. അപ്പോൾ ബോട്ടിങ് 1, 2, 3 സ്ഥലത്തൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചെന്നിടത്ത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. കൊടൈ ലേക്കിൻ്റെ 3 സ്ഥലത്തായിട്ട് ബോട്ടിങ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വന്നു. നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ സ്റ്റോപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. നമ്മൾ ബൂബുവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ അതുപോലെ ഇതുവരെ അങ്ങനെ വെള്ളമുള്ള സ്ഥലത്തേക്കൊന്നും ഇറക്കാറില്ല. ഇപ്പോൾ വൈകുന്നേര സമയമായ കാരണം കൊണ്ടാണ് ഭയങ്കര തണവ് കുറച്ച് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പല പല റേറ്റിൻ്റെ ഉണ്ട് ബോട്ടിങ്. നമ്മൾ 20 മിനിറ്റിൻ്റെയാണ് കേട്ടോ എടുത്തിരുന്നത്. നമ്മൾ ബൂബുവിനൊത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊരു റൈഡൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്, അവൾ കുഞ്ഞല്ലേ അങ്ങനെ. പിന്നെ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് അവിടെ എൻട്രി ഇല്ല. രണ്ടാമത് പോയ സ്ഥലത്ത് മാത്രമേ ബൂബുവിനെയൊക്കെ വെള്ളത്തിൽ വെച്ച് പോകാൻ പറ്റുമെന്ന് അവർ പറഞ്ഞേ. തണവായതുകൊണ്ട് തന്നെ പൂബുവിന് നന്നായിട്ട്
വിറയ്ക്കലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വേഗം ചെന്നിട്ട് ആദ്യം തന്നെ ബൂബുവിനുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറേ അവിടെ വെറുതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. പിന്നെ ഇനി നമ്മൾ തിരിച്ച് വരാനുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ചോക്ലേറ്റ്സും പിന്നെ ഈ ബാഗൊക്കെ കണ്ടു. പക്ഷേ ബാഗിനൊക്കെ നല്ല ഹാൻഡ് മെയ്ഡ് ആയ കാരണം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും മേടിച്ചില്ല. നമ്മൾ ചോക്ലേറ്റ്സ് കുറച്ച് തോനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നേഹിച്ചിക്ക് ഫ്രണ്ട്സിന് കൊണ്ടുപോകാനായിട്ട് കുറേ കീ ചെയിൻസും പിന്നെ അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ മേടിച്ചു. കുഴപ്പമില്ല, ഭയങ്കര റേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മളവിടെയൊക്കെ പോലെ തന്നെയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുറവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ചോക്ലേറ്റൊക്കെ പക്ഷെ ആദ്യം കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവരുന്നേക്കാട്ടും ടേസ്റ്റായിട്ട് ഇപ്പം തോന്നിയിരുന്നു. പല നട്ട്സും പിന്നെ ഡേറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പല പല ഐറ്റംസ് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ എല്ലാം കണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വേറെ എവിടെയും കയറുന്നില്ല. പിന്നെ നമ്മളൊരു കേരള ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.